ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഉസ്താദിൻ്റെ ചിലവൊക്കെ വന്നാൽ നമ്മൾ ഇങ്ങനെ വിചാരിക്കുന്നത് എന്താ കൊടുക്കുക എന്നൊക്കെ. അപ്പോൾ എനിക്ക് ചൊവ്വാഴ്ച ദിവസം ഉസ്താദിൻ്റെ ചിലവാണ് കേട്ടോ. എല്ലാ ചൊവ്വാഴ്ച ദിവസവും ഉസ്താദിൻ്റെ ചിലവാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കുറുമയും അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ 2-3 മീൻ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു, അത് പൊരിച്ചും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ ചിരണ്ടാനുള്ള മടി കാരണം ഇതേപോലെ പൂണ്ടിട്ടിട്ട് ഇതേപോലെ മിക്സീൻ്റെ അകത്ത് ക്രഷ് ചെയ്തെടുത്താന്ന് കേട്ടോ. അപ്പം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഈ ഒരു ചിക്കൻ കുറുമ ഉണ്ടാക്കുന്നത്. ഞാനങ്ങനെ ചപ്പാത്തി ചുടലില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായി ചപ്പാത്തിൻ്റെ മുകളിൽ തന്നെ. കാരണം എപ്പോഴും നമ്മൾ ഈ അരിൻ്റെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്തോ മടുപ്പായിരിക്കും. എനിക്ക് ഈ ഗോതമ്പ് പറ്റിയല്ലോ കേട്ടോ, എൻ്റെ ശരീരത്തിന് അലർജിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ടാണ് ഞാനങ്ങനെ ചപ്പാത്തിയോ അതുപോലെ തന്നെ പൂരിയോ ഒന്നും പൊരിക്കാത്തത്. ഇന്ന് ഞാനിപ്പോൾ ഉസ്താദിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ബാക്കിയുള്ള ആൾക്കാർക്കും കൂടി അത് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്കും അതുപോലെ തന്നെ സബും തരാൻ മറന്നു. വെറുതെ പുതിയ ചാനലാണ്, അതൊന്ന് കയറി കിട്ടണേ കുറച്ച് പണിയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളോടൊന്ന് സബ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് അടിക്കാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പം വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. മഗ്‌രിബ് ബാങ്ക് കൊടുത്തപാട് ഇവിടെ പാത്രങ്ങൾ കൊണ്ടുവെക്കും. ഞാൻ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പത്തിരിയും കാര്യങ്ങളൊക്കെ ആക്കുക. ഇവർക്ക് 9 മണിയാകുമ്പോഴത്തേക്ക് സാധനം കൊടുത്താൽ മതി. അപ്പോൾ പാത്രങ്ങളൊക്കെ നല്ലോണം സോപ്പിട്ട് ഉരച്ച് കഴുകിയതിന് ശേഷം നല്ലോണം ഒന്ന് കുമ്പിടുത്തി വെച്ചിട്ട്, എൻ്റെ മോൾക്ക് വയറ് വേദന ഉള്ളത് കൊണ്ട് ഞാൻ ഉലുവയും ലേശം നല്ല ജീരകവും കൂടി വറുത്ത് വെള്ളമാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. തലേന്ന് രാത്രിയത്തെ ക്ലീനിങ് ആണ് കേട്ടോ. ഉസ്താദിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളെ ക്ലീനിങ് മൊത്തം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ തുടയ്ക്കുന്ന തുണി ഇതേപോലെ ഒന്ന് കുറച്ച് ലിക്വിഡോ അല്ലെങ്കിൽ നമ്മളെ വിനാഗിരിയോ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുത്ത് വെക്കും കേട്ടോ. തിളപ്പിച്ച് വെച്ചിട്ട് വെള്ളം ഞാൻ വാഷ് ബേസിനിലേക്ക് ഒഴിച്ച് കൊടുക്കും. പുളി നമ്മളിങ്ങനെ ചില്ലിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾക്ക് നല്ലതാണ് കേട്ടോ, ഹെൽത്തിനൊക്കെ. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം കഴിയുന്നതും ഒഴിവാക്കുക. പിറ്റേന്ന് രാവിലെ എടുത്ത വീഡിയോ ആണിത്. പിറ്റേന്ന് രാവിലെ നല്ല മഴ ആയിരുന്നു കേട്ടോ. അപ്പോൾ എടുത്ത കുറച്ച് വീഡിയോ ആണിത്, മുൻപുറത്തുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നല്ല മഴ പെയ്തിട്ട് അവിടെ ഇവിടെ ഒക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലത്തെ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കാൻ പോവാണ്. രാവിലത്തെ ഞാൻ കറിയിലേക്കുള്ള സാധനം അരിഞ്ഞിടാൻ വേണ്ടിയിട്ട് കുക്കർ എടുത്ത് വെച്ചതാണ്. അപ്പോൾ രാവിലെ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. നല്ല നീറ്റായി ക്ലീനായിട്ട് നമ്മളെ ഈ ഒരു അടുക്കള ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. എന്തുണ്ടാക്കാന്നുള്ളൊരു മൈൻഡ് വരും, ഒരു കുഴപ്പമുണ്ടാകില്ല. ഇതിപ്പോൾ എൻ്റെ മോൻ ചെയ്ത് വെച്ച പരിപാടിയാണ് കേട്ടോ. പ്ലേറ്റിൻ്റെ മുകളിൽ കറി കാണുന്നില്ലേ, അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. തലേന്ന് കുറച്ച് കഞ്ഞിയും വെള്ളം ഒഴിച്ചിട്ട് ചട്ടി മയക്കാൻ വെച്ചതാണ് കേട്ടോ. ഞാൻ ഇതുപോലെയാണ് ചട്ടി മയക്കൽ. അപ്പം നല്ലോണം തിളപ്പിക്കുക, കഞ്ഞിയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് അതിൻ്റെ മണ്ണിൻ്റെ മണം പോകുന്നത് വരെ അവിടെ വെക്കുക കേട്ടോ. അതങ്ങനെയാണ് ഞാൻ ചട്ടി മയക്കൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കുക, എളുപ്പമാണ് കേട്ടോ. നമുക്ക് ചട്ടി മയക്കിയിട്ട് പെട്ടെന്ന് തന്നെ കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ ആ പ്ലേറ്റിൻ്റെ മുകളിൽ എന്താണെന്ന് വെച്ചാൽ തലേന്ന് എൻ്റെ മോന് വിശക്കൂട്ടോ. എപ്പോഴും ഫുഡ് കഴിച്ച് കിടന്നാലും രാത്രി ഫുഡ് കഴിച്ച് കിടന്നാലും ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും മൂപ്പർക്കൊരു വിശപ്പ് വരാനുണ്ട്. അപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ വന്ന് തപ്പിയിട്ട് ചിലപ്പം കറിയൊക്കെ ഒഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതായിരിക്കും കേട്ടോ. അത് അവിടെ ഇവിടെ ഇങ്ങനെ ഇറ്റുന്നത്. തലേന്ന് രാത്രി നമ്മൾ ഈ പാത്രമൊക്കെ കഴുകിയിട്ട് ഇതേപോലെ കുമ്പിടുത്തി വെക്കും. പിറ്റേന്ന് നമ്മൾ അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെക്കലാണ് കേട്ടോ. വെള്ളം വാർന്നു കഴിഞ്ഞാൽ ഇതിപ്പം നമ്മൾ ആപ്പിളിൻ്റെ പെട്ടിയാണ്, അതെടുത്തോണ്ട് വന്നിട്ട് ഞാൻ അതിൽ പാത്രങ്ങൾ ഇട്ട് വെക്കും. ഞാനിപ്പം പൊടിപ്പത്തിരി ഇങ്ങനെയാണ് കേട്ടോ ചുടൽ. നമ്മളിപ്പം പൊടി ചിലർ കാണാൻ കുഴച്ച് പരത്തി ഭയങ്കര ബുദ്ധിമുട്ടിലങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എനിക്കിത് എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുക. ഞാൻ ഇതേപോലെ ചുട്ടിട്ട് നല്ലോണം പൊള്ളി വന്നിട്ട് ലേശം ഓയിൽ സൈഡിലൊക്കെ തടവി കൊടുക്കും കേട്ടോ. കുറച്ച് മതിയാവും, എന്നിട്ട് എടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ പത്തിരി കഴിക്കാൻ, നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാൻ തീരെ പൊടി ചേർക്കില്ല കേട്ടോ. പൊടി ചേർത്താൽ ഒരു ഉറപ്പ് ഫീൽ ചെയ്യുന്ന പോലെയൊക്കെ തോന്നും, പക്ഷേ ഇങ്ങനെയാണ് എനിക്ക് ടേസ്റ്റും കാര്യങ്ങളൊക്കെ തോന്നില്ല കേട്ടോ. അപ്പം നല്ല സോഫ്റ്റായിട്ട് നല്ല നൈസ് പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലോണം പൊള്ളി വരും.
നമ്മൾ ചെടികളൊക്കെ ഇതേപോലെ വെച്ചിട്ടുണ്ട്. ചെറിയൊരു ക്ഷീണമൊക്കെ ഒരു വാട്ടമൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതിനിപ്പം വെയിലത്തേക്ക് കൊണ്ടുവയ്ക്കണം. വെയിലത്ത് കൊണ്ടുവച്ചിട്ട് ഒന്ന് വെയിൽ തട്ടിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു ഉഷാറുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ലോണം പൊള്ളി വരും. നമ്മുടെ മണി പ്ലാന്റ് കുട്ടനാണ് കേട്ടത്. പിറ്റേന്ന് കണേനാണ് കിട്ടിയത് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഉച്ചക്ക് ബിരിയാണി ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എളുപ്പത്തിൽ ഞാൻ ചെയ്തെടുക്കുന്ന വീഡിയോ വേറൊരു ചാനലുണ്ട്, ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഒരു പേര് തന്നെയാണ് നമ്മളെ ചാനലിൽ. അപ്പോൾ കാണാത്തവരുണ്ടെന്ന് പോയി കാണും കേട്ടോ, സെർച്ചിങ്ങിലുണ്ടാവും. അപ്പോൾ കണേന് ഇതേപോലെ നല്ലോണം പെരക്കി വെച്ചിട്ട് പൊരിച്ചെടുത്തിട്ടാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത്. വീടൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീനായി കിടക്കുന്ന സമയത്ത് നമുക്കൊരു മനസ്സിനൊരു സമാധാനമാണല്ലേ. ഞാൻ രാവിലെ തന്നെ എണീച്ചപാട് ഞാൻ അകോങ്കോലായൊക്കെ അടിച്ച് വാരി ചില ടൈമിന് ഞാൻ തുടച്ചിട്ടേക്കൂട്ടോ. ഇപ്പം ഞാൻ 2 ദിവസമായി മര്യാദയ്ക്ക് എനിക്ക് തുടയ്ക്കാൻ കഴിയുന്നില്ല. എന്നാലും പൊടികളും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. എന്നാലും നമ്മൾ ഒന്ന് തുടച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ നമ്മളെ മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. മറ്റേത് ലക്കി ബാമ്പുവാണ്. അപ്പോൾ പിന്നെ തിരുമ്പിയതൊക്കെ ഞാൻ അതിലുമ്മലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ മാഷാഅല്ലാ കഴിയും കേട്ടോ. കുറേ ആയി വിചാരിക്കുന്നു പുതിനച്ചപ്പ് നല്ലോണം മുളപ്പിച്ചാലോ എന്നൊക്കെ കേട്ടോ. പക്ഷെ എത്ര ഞാൻ കുഴിച്ചിട്ടാലും ഉണ്ടാവില്ല കേട്ടോ. അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല. ഞാൻ മണ്ണിൽ കുറേ കുഴിച്ചിട്ട് നോക്കി. നല്ല നല്ല തണ്ടു അതുപോലെ തന്നെ വേരുകളൊക്കെ ഉള്ള തൈകളൊക്കെ എടുത്തിട്ട് ഞാൻ കുഴിച്ചിട്ട് നോക്കി. പക്ഷെ ഉണ്ടാകുന്നില്ല കേട്ടോ. പിന്നെ എനിക്കൊരു ഐഡിയ തോന്നി, ഈ തടിച്ച കമ്പുകളൊക്കെ എടുത്തിട്ട് വേരോട് കൂടി വെള്ളത്തിലിട്ട് വെച്ചാലോ എന്ന്. ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിലേക്ക് കുറച്ച് ഞാൻ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരത്തിനല്ലേ, ഒരു എനർജിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. കുറച്ച് എൻ്റെ ഒരു മനസ്സിൽ തോന്നി അങ്ങനെ ഞാൻ ചെയ്തിട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടില്ല. ഇതേപോലെ വെച്ച് കൊടുത്താൽ മതിയല്ലോ. പിന്നെ ബാക്കി മല്ലിച്ചപ്പാണ്. അതൊന്ന് ഞാൻ നമ്മളെ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. ചെറിയൊരു ബോക്സിലാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ആഴ്ച വരെയൊക്കെ നിൽക്കും കേട്ടോ. ഞാനിപ്പം കുറേ ഒന്നും വാങ്ങി കൂട്ടലില്ല. കുറേശ്ശാണ് ഞാൻ അധികം വാങ്ങൽ. കുറേ വാങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും അത് ചുക്കി ചുളിഞ്ഞ് ഒരു കോലത്തിലുണ്ടാവും. ചില ടൈമിൽ ഞാൻ ഉപ്പിൻ്റെ വെള്ളത്തിലൊക്കെ ഇട്ട് കുറേ ഉണ്ടെങ്കിൽ ഉപ്പിൻ്റെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ പാക്കറ്റാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയെന്ന് വെച്ചാൽ ഒരു കേടുണ്ടാവില്ല കേട്ടോ. 2 ആഴ്ച വരെയൊക്കെ ഏകദേശം നമ്മളെ മല്ലിച്ചപ്പ് നമുക്ക് കിട്ടും. എൻ്റെ കയ്യിൽ ആഫ്രിക്കൻ മല്ലിയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് നശിച്ചു പോയതാണ്. പിന്നെ ഇപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് തൈ ഉണ്ടാവുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ആയിരിക്കുന്നു. നമുക്ക് അത്യാവശ്യം സാമ്പാറിലേക്കൊക്കെ ഇടാനൊക്കെ അത് മതിയാവും കേട്ടോ. ഞാൻ പഞ്ചസാര നുള്ളി മതിയാവും കേട്ടോ. അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇപ്പം വെളിച്ചത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് അവിടെ നിന്ന് അങ്ങനെ ആവട്ടെ. ആയാലും നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ആക്കുന്നതാണ്. ഇതിനിപ്പോൾ ഞാൻ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ലിക്വിഡ് ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഉപകാരമായി